ഹെലിബറിയ ടീ കമ്പനിയിലെ തൊഴിലാളികൾ ക്രിസ്തുമസിനും പട്ടിണിയിലാണ്. ശമ്പളവും പണവുമില്ലാതായതോടെ ഇവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെയും നിറം മങ്ങി. ഉടമ സ്ഥിരം തൊഴിലാളികളെ രണ്ടാം തരം തൊഴിലാളികളായി കണ്ടാണ് ദ്രോഹ നടപടികൾ നടത്തുന്നത്. സർക്കാർ ഉടമയെ നിലയ്ക്ക് നിർത്തുകയും തോട്ടം തുറക്കുകയും ആനുകൂല്യം നൽകുവാൻ നടപടിയെടുക്കണമെന്നുമാണ് തൊഴിലാളികളുടെയും ആവശ്യം. ഹെലിബ്രിയ തോട്ടത്തിലെ തൊഴിലാളികളെ ഉടമ ഇപ്പോൾ രണ്ടാം തരം തൊഴിലാളികളാക്കിയാണ് പ്രതികാര നടപടികൾ നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളോടാണ് ഇതര സംസ്ഥാന ഉടമയ്ക്ക് താല്പര്യം. ഇത് ചോദ്യം ചെയ്താണ് തോട്ടം പൂട്ടി ദ്രോഹിക്കുന്നത്. തോട്ടത്തിൽ നിന്ന് 27 കിലോ കൊളുന്ത് ഓരോ തൊഴിലാളിയും എടുക്കണമെന്നാണ് നിയമം. എന്നാൽ 60 കിലോ വരെ കൊളുന്തെടുത്താണ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി തൊഴിലാളികൾ നൽകുന്നത്. നിക്ഷേപിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ ഞങ്ങളെ വെറും ഇവരാക്കി, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവർ മുൻഗണന കൊടുത്ത് ഞങ്ങളെ വെറും പുറം തള്ളിക്കൊണ്ട് ഞങ്ങളുടെ എസ്റ്റേറ്റിൽ ഇത്ര 100-ലേറെ ഏക്കർ സ്ഥലം വിറ്റിട്ട് പോലും ഞങ്ങളുടെ PF അടയ്ക്കാനോ അല്ല കമ്പനി ഞങ്ങളുടെ ശമ്പളം തരാനോ തയ്യാറായിട്ടില്ല. അന്നേരം അത് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ ഈ യൂണിയൻ്റെ കൺവീനർമാർ ചെന്നപ്പം അവർക്ക് സസ്പെൻഡ് നോട്ടീസ് കൊടുത്ത് ഞങ്ങളൊന്നും അറിയാത്ത രീതിയിൽ ഞങ്ങളുടെ കമ്പനികൾ ഞങ്ങൾ അടച്ച് ഞങ്ങളല്ലേ ഇപ്പോൾ പട്ടിണിയിലും ഞങ്ങളുടെ മക്കളെല്ലാം ഞങ്ങൾക്ക് പഠിപ്പിക്കാനോ അവരുടെ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് PF പോലും എടുക്കാനോ വീടില്ലാത്തവർ PF എടുത്താൽ നമുക്ക് ഒരു ഭവനം നിർമ്മിക്കാമെന്നും പറഞ്ഞ് തീരുമാനിച്ച ഒരു കാര്യങ്ങളും ഈ എസ്റ്റേറ്റ് ഞങ്ങൾ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് നടത്താമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാനായിട്ട് സാധിക്കുന്നില്ല. ക്രിസ്തുമസ് അടുത്തതോടെ കുടിശ്ശികയും ബോണസും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തൊഴിലാളികൾ. എന്നാൽ ഉടമയുടെ പ്രതികാര നടപടി തൊഴിലാളികളെയും കുടുംബത്തെയും തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ദിവസമാണ്, ക്രിസ്മസിന്റെ സമയമാണ്. ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ ജോലിക്ക് തുടർന്നത്. പക്ഷെ അതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അടച്ചിട്ടേക്കുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വേണമെങ്കിൽ തരാം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. അവർ തന്നില്ലെങ്കിൽ പോലും അവർ തരുന്നിടം വരെയും ഞങ്ങളിത് പ്രതിഷേധം അറിയിക്കുമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ PF എത്രയും വേഗം അടയ്ക്കണം. ഞങ്ങളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഭവനം വെച്ച് അതിൻ്റെ കടബാധ്യത ഒറ്റയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വീട് വെക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യർക്ക് ഒരു 3 ലോൺ 4 ലോൺ ഉള്ളവരുണ്ട്. അതെല്ലാം ഞങ്ങൾ ഈ ജോലിയിൽ നിന്നാണ് ഞങ്ങൾ അടയ്ക്കണമെന്നാണ് ഞങ്ങൾ ഇതെല്ലാം ബാധ്യതകൾ വരുത്തി വെച്ചത്. ഓരോ തൊഴിലാളിക്കും നിരവധി വായ്പകളാണുള്ളത്. ഇതെല്ലാം മുടങ്ങുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ക്രിസ്മസിന് ബോണസ് ലഭിക്കുമ്പോൾ കൊടുക്കേണ്ടതെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലായി. ഈ ക്രിസ്മസ് ഹെലിബ്രിയയിലെ തൊഴിലാളികൾക്ക് വറുതിയുടെ കാലമാണ് നൽകുന്നത്. കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും വെച്ചുണ്ടാക്കി നൽകാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ് ധിക്കാരിയായ തോട്ടമുടമ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.